ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാൻഡ്വിച്ചാണ്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ച് റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ഉള്ളിയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് 3 ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലോട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. ഫുള്ള് ചേർക്കുന്നില്ല, പകുതി സവാള, അതുപോലെ തന്നെ പകുതി ക്യാരറ്റ്, പകുതി കുക്കുംബർ, ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടത് ബ്രെഡാണ്. ഒരു പാൻ വെച്ച് കൊടുത്ത് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 2 വശവും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ 2 വശം ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഓംപ്ലേറ്റ് പോലെ ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം മുട്ട നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്ത ഓരോ ബ്രെഡും എടുത്ത് അതിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ഓണിയനും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് എടുത്ത് നമുക്ക് ഇതുപോലെ മയോണൈസ് തേച്ച് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാരറ്റും കുക്കുംബറും സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുട്ടയും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ബ്രെഡ് എടുത്ത് വീണ്ടും മയോണൈസ് തേച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ അപ്പുറവും നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.